കണ്ണുനീർപ്പുഴയായി ചാലിയാർ. ഒരു വലിയ ദുരന്തത്തിന്റെ ശേഷിപ്പായി മാറിയിരിക്കുകയാണ് ചാലിയാർ പുഴ. കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ 2 ദിവസമായി നിറഞ്ഞൊഴുകുകയായിരുന്ന ചാലിയാർ പുഴ ഇന്ന് പുലർച്ചെ മുതൽ മലയാളികൾക്ക് സമ്മാനിക്കുന്നത് നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളാണ്. പിഞ്ചു കുഞ്ഞുങ്ങളുടേതുൾപ്പെടെ നിരവധി മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതോടെ ചാലിയാർ പുഴ ഒരു കണ്ണീർപ്പുഴയായി മാറി. ഇന്ന് പുലർച്ചെയോടെയാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായത്. ദുരന്ത മേഖലയിൽ നിന്നും കിലോമീറ്ററുകൾ അകലെയാണ് ചാലിയാർ പുഴ. ഉരുൾപൊട്ടലിൽ മണ്ണും കല്ലും ചെളിയും കൂടിക്കലർന്നെത്തിയ വെള്ളം പുഴയായി രൂപം കൊണ്ടു. ഈ പുഴയിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ ചാലിയാർ പുഴയുടെ തീരത്ത് വന്നെത്തുകയായിരുന്നു. 20ലധികം മൃതദേഹങ്ങളാണ് ചാലിയാർ പുഴയിൽ നിന്നും ഇതുവരെ കണ്ടെത്തിയത്. കേരളത്തിലെ നദികളിൽ നീളത്തിന്റെ കാര്യത്തിൽ 4ാം സ്ഥാനത്തുള്ള നദിയാണ് ചാലിയാർ. 169 കിലോമീറ്ററാണ് ഇതിന്റെ നീളം. നിലമ്പൂർ, എടവണ്ണ, അരീക്കോട്, ചെറുവാടി, വാഴക്കാട്, മാവൂർ, ഫറൂഖ്, ബേപ്പൂർ എന്നിവയാണ് ചാലിയാറിന്റെ തീരത്തുള്ള പ്രധാന സ്ഥലങ്ങൾ. ഉരുൾപൊട്ടി വന്ന മണ്ണും കല്ലും ചെളിയും കലർന്ന മലവെള്ളം നിരവധി ആളുകളുടെ ജീവനറ്റ ശരീരങ്ങളാണ് ഈ പുഴയിൽ കൊണ്ടുവന്നെത്തിച്ചത്. ഉരുൾപൊട്ടലിനെ തുടർന്ന് നിരവധി ആളുകളാണ് വയനാട്ടിൽ മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മണ്ണിലും ചെളിയിലും അകപ്പെട്ടവരുടെ എണ്ണവും ഒട്ടും ചെറുതല്ല. പുഴയിൽ ഇനിയും മൃതദേഹങ്ങൾ ഉണ്ടാകാമെന്നാണ് സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചാലിയാർ തീരത്ത് പരിശോധന തുടരുകയാണ്. ദുരന്തഭൂമിയിൽ മിക്കയിടങ്ങളിലും കരമാർഗമുള്ള രക്ഷാപ്രവർത്തനം സാധ്യമല്ല. വയനാട്ടിലേക്കുള്ള പ്രധാന മാർഗമായ താമരശ്ശേരി ചുരവും മണ്ണിടിഞ്ഞ് വഴിമുടങ്ങി കിടക്കുകയാണ്. രക്ഷാപ്രവർത്തകർ പോലും നിസ്സഹായരായി നിൽക്കുന്ന വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്.